ഇതാ നോക്കിക്കോ നോക്കിക്കോ, ഇതാ ആനപ്പിണ്ടം കിടക്കുന്ന കണ്ടില്ലേ? ഇതാ കണ്ടില്ലേ, ഇവിടെ എല്ലാം ഉണ്ട്. ആന ഭയങ്കര അക്രമം അഴിച്ചു വിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഫ്രണ്ടിൽ പോകുന്ന വണ്ടി ശരിക്കും ഒരു ഫോഗ് ലാമ്പെല്ലാം ഇട്ട് വന്നെങ്കിലേ കാണാൻ പറ്റുള്ളൂ. ഇതാ ഇവിടെ ആയിട്ടേ ഒരു ലേക്ക് ഉണ്ട്. നോക്കേ, കോടമഞ്ഞ് കാരണം കണ്ടില്ല. മിസ്റ്റ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞപ്പോഴാണ് അതൊന്ന് അതിൻ്റെ ആ ഒരു വ്യൂ ഒന്ന് കണ്ടത്. അങ്ങനെ ഈ ഒരു തണുത്ത കാലാവസ്ഥയിൽ ഞാനൊരു ചൂട് കോഫി വാങ്ങിയിട്ടുണ്ട്. എന്തായാലും കുടിക്കാം. നൈസ്. ഹലോ. അപ്പോഴേ ഇപ്പം ഞാൻ നിൽക്കുന്നത് തേനി ജില്ലയിലെ ചിന്നമണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ പോകുന്നത് മേഘമല എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. 19 ഹെയർപിൻ ബെൻഡ് ഉണ്ട് ഈ മേഘമല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ആ ഒരു റൂട്ടിൽ. നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. തമിഴ് സിനിമ ജയ് ഭീം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടല്ലോ, സൂര്യയുടെ, അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഈ ഒരു മേഘമല എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. തേയിലത്തോട്ടവും അങ്ങനത്തെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ നമ്മുടെ മൂന്നാർ, വാൽപ്പാറ അതേപോലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമല്ലത്. ആ ഒരു തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലം, അതിനെ ചുറ്റിപ്പറ്റിയുള്ളൊരു സ്ഥലം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ വേണ്ട ഒരുപാട് സൗകര്യങ്ങളൊന്നും ഉള്ളൊരു സ്ഥലമല്ല. എന്തായാലും നമുക്ക് മേഘമല വരെ പോയിട്ട് വരാം. 10:30-ക്കാണ് ട്രെയിനെന്ന് പറയാൻ പോയതാ. 10:30-ക്കാണ് ബസ്. ഇപ്പോൾ സമയം രാവിലെ 10 മണിയാവുന്നുണ്ട്. കണ്ടില്ലേ? എന്തെങ്കിലും കഴിക്കണം, ഒരു ചായ കുടിക്കണം, എന്നിട്ട് നമുക്ക് ബസ്സിലേക്ക് കയറണം. അതിന് മുന്നേറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ബസ്സിൽ സീറ്റ് ഉണ്ടോ എന്ന് നോക്കണം. കാര്യം രാവിലെ 8:30-ക്കാണ് ഈ ബസ് ചിന്നമണ്ണൂർ ബസ് സ്റ്റാൻഡിൽ വരുന്നത്. ഇപ്പോഴേക്കും ആൾക്കാർ കയറി ഇരിപ്പുണ്ടോയെന്ന് അറിയാമേ. ബസ്സിൽ സീറ്റ് പിടിച്ചിട്ട് കയറി ഇരിപ്പുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോകാം. സീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണെന്ന് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. എന്തായാലും നമുക്ക് എന്തെങ്കിലും കഴിച്ചതിന് ശേഷം ബസ് സ്റ്റാൻഡിലേക്ക് പോകണോ അതോ ബാഗ് എടുത്ത് ബസ്സിൽ വെച്ചതിന് ശേഷം പുറത്തിറങ്ങി എന്തെങ്കിലും കഴിച്ചിട്ട് കയറുന്നതല്ലേ നല്ലത്? അപ്പോഴെന്തായാലും ചെയ്യാം. എന്തായാലും നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് നടന്ന് പോവാം. അങ്ങനെ ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു പോയപ്പോൾ എവിടെയായിട്ട് നോക്കിയാൽ പേരക്കയുടെ എല്ലാം കച്ചവടമാണ്. മാനുവൽ ത്രാസൊക്കെയാണ്. ബസ് സ്റ്റാൻഡ് അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്കാണ്. പണ്ടാരം നടന്നിട്ട് എത്താത്തത്. അങ്ങനെ എന്താ പറയാൻ വന്നത്? ഞാനിവിടെ ചിന്നമണ്ണൂർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഒരു ലോഡ്ജിൽ റൂം എടുത്ത് തങ്ങിയായിരുന്നു. സിംഗിൾ റൂമിന് 500 രൂപയായിരുന്നു ചാർജ്. അത്യാവശ്യം നല്ല റൂമായിരുന്നു. അങ്ങനെ റൂം എടുത്ത് തങ്ങിയതിന് ശേഷം പിറ്റേ ദിവസം പുറത്തേക്ക് വന്നിരിക്കുവാണ്. കഴിഞ്ഞൊരു യാത്രയുടെ ഭാഗമായിട്ട് തിരികെ വരുന്ന വഴിക്കാണ് ഞാൻ ചിന്നമണ്ണൂർ വന്ന് റൂം എടുത്തത്. ഇവിടെ നോക്കുമ്പോൾ ദൂരമായിട്ട് കണ്ടില്ലേ, അവിടെയായിട്ട് വലിയ വലിയ മലനിരകളെല്ലാം കാണാം. പിന്നെ വിൻഡ് ഫാമിൻ്റെ ഏതോ ഒരു കാറ്റാടി യന്ത്രം ഇതാ കണ്ടില്ലേ, അവിടെയായിട്ട് അങ്ങനത്തെ കാഴ്ചകളെല്ലാം കാണാം. അങ്ങനെ ഞാൻ നടന്ന് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് എത്തിയിരിക്കുവാണ്. ഈ കാണുന്നതാണ് ചിന്നമണ്ണൂർ ബസ് സ്റ്റാൻഡ്. ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ ചിന്നമണ്ണൂർ ബസ് സ്റ്റാൻഡിൽ വന്നപ്പോൾ പേ ആൻഡ് യൂസ് ടോയ്ലറ്റ് ഉണ്ടല്ലോ, അവിടെ ഒട്ടിച്ചിരുന്ന ഫോട്ടോ ലേഡീസിൻ്റെ ഭാഗത്ത് സ്നേഹയുടെ ഫോട്ടോ ആയിരുന്നെന്നാണ് തോന്നുന്നത്. ഇപ്പോഴും നയൻതാരയുടെ ഫോട്ടോയാണ്. ഇപ്പുറത്തത് ഈ കാണുന്ന ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോയ്ക്ക് പകരമായിട്ട് ജയ്യുടെ ഫോട്ടോ ആയിരുന്നു. കൺകൾ ഇരണ്ടാൽ ആ ജയ് ഉണ്ടല്ലോ, ആ ജയ്യുടെ ഫോട്ടോ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോഴും മാറ്റങ്ങൾ സംഭവിച്ചു. മേഘമലയ്ക്കുള്ള ബസ് ഇതാ ഈ ഒരു ഭാഗത്തേക്കാണ് നിർത്തുന്നത്. ബസ് വന്നിട്ട് പോയോ? ഇനി 10:30 എന്നുള്ള സമയം മാറ്റി 10 മണി ആക്കിയോ? എന്താണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ബസ് വന്നിട്ടില്ല. ബസ് ഇനി വരുത്തതേ ഉള്ളൂ കേട്ടോ. ഇവിടെ ആയിട്ട് നേരെ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടൊരു റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട്. എന്തെങ്കിലും പോയി കഴിച്ചിട്ട് വരാം. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഒരു നെയ് റോസ്റ്റാണ് കഴിച്ചത്. നെയ് റോസ്റ്റിന് 80 രൂപ. നല്ല നെയ് റോസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ആ നെയ്യെല്ലാം അതിൽ കാണാൻ പറ്റുമായിരുന്നു. സാധാരണ നമ്മൾ ഈ നെയ് റോസ്റ്റ് മേടിക്കുമ്പോൾ ആ ഒരു നെയ്യുടെ മണമൊക്കെ ചെറുതായിട്ടേ കിട്ടത്തുള്ളൂ. പക്ഷേ ഇത് നല്ലതുപോലെ ആ ഒരു നെയ്യുടെ മണവും ആ നെയ്യ് കാണാനുണ്ടായിരുന്നു. പക്ഷേ സാമ്പാർ കൊള്ളില്ലായിരുന്നു, ചട്നി കൊള്ളായിരുന്നു. അങ്ങനെ അതും കൂട്ടി കഴിച്ചിട്ട് ഞാൻ പുറത്തേക്ക് വന്നിരിക്കുവാണ്. ഇനിയിപ്പോൾ എന്തായാലും ഒരു ചായയും കുടിച്ചിട്ട് നമുക്ക് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സമയം 10:15 ആയിട്ടുണ്ട്. മേഘമല ബസ് വന്നെന്നാണ് തോന്നുന്നത് കേട്ടോ. യെസ്, ഈ കാണുന്നതാണ് മേഘമല ബസ്. ഇറവങ്കലാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇത് പോകുന്നത്. ഇറവങ്കലാർ എന്ന് പറഞ്ഞ സ്ഥലമാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. കട്ട്ചേസ് ബസ്സാണ്, ചെറിയ ബസ്സാണ്. അങ്ങനെ ഞാൻ ബസ് സ്റ്റാൻഡിനകത്ത് വന്നിട്ട് ഒരു ചായ വാങ്ങിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിനകത്ത് വന്ന് വാങ്ങിച്ച കാര്യം എന്താണെന്നറിയോ? ചിലപ്പോൾ ബസ് സ്റ്റാൻഡിന് പുറത്തിരുന്ന് ചായ കുടിച്ചിട്ട് വരുമ്പോഴത്തേക്കും ബസ് പോകും. ബസ് പോകുന്ന മാത്രമല്ല, ബസ്സിൻ്റെ സീറ്റും ഒന്നും കിട്ടാൻ സാധ്യതയില്ല. ഇപ്പോഴും ഞാനൊരു വിൻഡോ സീറ്റിൽ ബാഗ് വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ബസ് സ്റ്റാൻഡിനകത്ത് വന്ന് ചായ കുടിച്ചത്. മേഘമലയിലേക്ക് പോകുന്ന കൊറിയർ സർവീസാണ്. പൗൾട്രി ഫാമിലേക്കുള്ളതാണ് കോഴികൾ. എന്തായാലും ഞാൻ ചായ എല്ലാം കുടിച്ചിരിക്കുവാണ്. ഇനി നമുക്ക് ബസ്സിലേക്ക് കയറാം.
ബസ്സിലെ ഡ്രൈവർ ചേട്ടനും കണ്ടക്ടർ ചേട്ടനും എല്ലാം കയറുന്നുണ്ട്. 50 കിലോമീറ്ററിന് ഇവിടെ നിന്നും 50 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് മേഘമലയിലേക്കുള്ള ദൂരം. എന്തായാലും അകത്തേക്ക് കയറാം. അങ്ങനെ ബസ്സിൽ ഡ്രൈവർ ചേട്ടൻ കയറിയിട്ടുണ്ട്. ബസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ്. ഈ ഭാഗത്ത് വെയിലടിക്കുന്നുണ്ട്. ബസ് തിരിയുമ്പോൾ വെയിൽ അപ്പുറത്തെ ഭാഗത്തേക്ക് പോകും. നമുക്ക് തിരികെയാണ് പോകേണ്ടത്. മാംഗോ ഫ്രൂട്ടിയുടെ കവറിൽ കയറിയെന്ന് തോന്നുന്നു കേട്ടോ. ഒരു പൊട്ടിയ സൗണ്ട് കേട്ടു. ബസ്സിൻ്റെ ഏത് ഭാഗത്തിരുന്നാലും നല്ല വ്യൂ ആണ്. രണ്ട് ഭാഗത്തും തേയിലത്തോട്ടങ്ങളും അങ്ങനെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ട് നമുക്ക് യാത്ര ചെയ്യാം. എന്തായാലും ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് രാവിലെ 10:30 പുറപ്പെട്ടിരിക്കുവാണ്. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് ചിന്നമണ്ണൂർ ടൗണിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് ചിന്നമണ്ണൂർ ടൗൺ. രാവിലെ തന്നെ കച്ചവടങ്ങളും എല്ലാം ആക്റ്റീവ് ആയിരിക്കുവാണ്. നല്ല വെയിലടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ബസ് ഇങ്ങോട്ടേക്ക് തിരിയുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് തണൽ വരുമെന്ന്. ആ ഒരു ഷെയ്ഡ് ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ബസ്സിൽ കയറുമ്പോൾ ഈ ഭാഗത്ത് വെയിലാണ്. വെയിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറിയും തിരിഞ്ഞും വരും അങ്ങോട്ട് പോകുമ്പോൾ. എന്നാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. കാര്യം വളവുകളും തിരിവുകളും ഹെയർ പിൻ ബെൻഡെല്ലാം വരുമ്പോൾ ബസ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും തിരിയും. അപ്പോൾ വെയിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറും. നമ്മുടെ ബസ് ജംഗ്ഷനിൽ നിന്നും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിരിക്കുവാണ്. ഇവിടെ ആയിട്ടൊരു വലിയൊരു മുസ്ലിം പള്ളിയെല്ലാം കാണുന്നുണ്ട്. മുസ്ലിം പള്ളിയെല്ലാം കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ മുന്നിലേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു മാർക്കറ്റിൻ്റെ ഭാഗമാണ്. മീനെല്ലാം നിരത്തി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഇവിടെ ഓപ്പോസിറ്റായിട്ടൊരു ട്രാക്ടർ വരുന്നുണ്ട്. കൂടുതലും കൃഷിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ട്രാക്ടർ അതുപോലത്തെ വാഹനങ്ങളെല്ലാം ഇവിടെ ധാരാളം കാണാൻ പറ്റും. ഇതെല്ലാം മാർക്കറ്റിൻ്റെ ഭാഗമാണ്. പുതിയ മാർക്കറ്റ് കോംപ്ലക്സ് ആണ് ഈ വന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉദ്ഘാടിച്ചിട്ടില്ല, ഉടനെ ഉദ്ഘാടനം കാണും. അങ്ങനെ നമ്മുടെ ബസ് കുറച്ച് മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. നേരത്തെ കണ്ട ഒരു ടൗണിൻ്റെ വൈബെല്ലാം മാറി ഇപ്പോൾ വിജനതയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു ഇരവങ്കലാർ ഡാം 46 കിലോമീറ്റർ. ഈ ബസ് പോകുന്നത് ഇരവങ്കലാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്, മേഘമല വഴി. ഇവിടെ ഈ കാമ്പൗണ്ടിനകത്ത് കംപ്ലീറ്റ് ആയിട്ടും പുളിമരങ്ങളാണ്. സാധാരണ ഈ റോഡ് സൈഡിൽ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷേ ഒരു കാമ്പൗണ്ടിൽ കംപ്ലീറ്റ് ആയിട്ടും പുളിമരം വളർത്തിയിരിക്കുന്നത് അങ്ങനെ എല്ലായിടത്തും കണ്ടിട്ടില്ല. ഇവിടെ ആയിട്ട് നോക്കി, ഈ കാണുന്നത് കംപ്ലീറ്റ് തെങ്ങും തോപ്പും. അങ്ങനെ തെങ്ങും തോപ്പും പുളിമരങ്ങളും എല്ലാം ഉണ്ട്. കുറച്ചും കൂടെ മുന്നിലേക്ക് പോകുമ്പോൾ മുന്തിരിപ്പാടങ്ങളെല്ലാം ഉണ്ട്. കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് മുന്നിലേക്ക് പോവാം. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലത്തെ ഹമ്മുണ്ട്, സൂക്ഷിക്കുക. വലിയ ചാട്ടമില്ല, ചെറുതായിട്ടൊന്ന് ചാടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ വലിയ കാറ്റാടി പാടങ്ങളുടെയൊക്കെ നടുക്കൂടെയാണ്. ഇതാ കണ്ടില്ല, ഇവിടെ എല്ലാമായിട്ട് വലിയ വലിയ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു സംഗതികളെല്ലാം വെച്ചിരിക്കുന്നത് കാണാം. കുറേ ഉണ്ട് കേട്ടോ, അങ്ങോട്ടെല്ലാം ഉണ്ട്. ഇവിടെ എല്ലാം ഈ കാണുന്നതെല്ലാം മുന്തിരിപ്പാടങ്ങളാണ്. ഇതാ കണ്ടില്ല, അങ്ങോട്ടായിട്ടുണ്ടായിരുന്നു. ഇതറിയാമല്ലോ, ഇത് വാഴ. നല്ല വെയിലടിക്കുന്നുണ്ട് കേട്ടോ, നല്ല കിടിലം വെയിലാണ്. ഇപ്പോഴ് പൂർണ്ണമായിട്ടും ആ ഒരു ടൗണിൻ്റെ വൈബെല്ലാം മാറി ശരിക്കും വിജനതയിലേക്ക് കയറിയിരിക്കുവാണ്. കൃഷിപ്പാടങ്ങളും പിന്നെ വലിയ വലിയ കാറ്റാടിപ്പാടങ്ങളും എല്ലാം ഉണ്ട്. അതിൻ്റെ എല്ലാം അടുത്തൂടെയാണ് നമ്മൾ പോകുന്നത്. നല്ല കാറ്റ്, ഒരു രക്ഷയില്ലാത്ത കാറ്റ് ബസ്സിനകത്തേക്ക് അടിക്കുന്നുണ്ട്. മൈക്കിൻ്റെ നോയിസ് ക്യാൻസലേഷൻ ഓണായി കിടക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് വലുതായിട്ട് കാറ്റ് ഫീൽ ചെയ്യാത്തത്. ഇതാ കണ്ടില്ലേ, ഇവിടെ ആയിട്ട് മുന്തിരിപ്പാടത്തിൻ്റെ കൃഷിയാണ്. മുന്തിരിപ്പാടത്തിൻ്റെ അല്ല, മുന്തിരിയുടെ കൃഷിയാണ് ഇതവിടെ ആയിട്ട് കാണുന്നത്. ഇതാ കണ്ടില്ലേ, ആ കാണുന്നത് മുന്തിരിത്തോപ്പാണ്. ഇവിടെ ആയിട്ട് നോക്കിയാൽ ഇതെല്ലാം ചൊവ്വാഴപ്പഴം. പഴമെല്ലാം കൊലച്ച് നിൽക്കുവാണ്, വാഴയെല്ലാം വെട്ടാൻ പരുവത്തിന് നിൽക്കുക. എന്തായാലും ഈ ഒരു സ്ഥലം കൊള്ളാം അല്ലേ? പോകുന്ന വഴിയെല്ലാം നല്ല മനോഹരമായ കാഴ്ചകളാണ്. ഒരുപാട് ഏക്കർ കണക്കിന് കൃഷിത്തോപ്പ്, വാഴത്തോപ്പുകൾ. ഇവിടെ ആയിട്ട് മാന്തോപ്പ്. അങ്ങനെ കുറച്ചുകൂടി മുന്നിലേക്ക് വന്നപ്പോൾ മുന്തിരിത്തോപ്പിന് അടുത്ത് ബസ് നിർത്തിയിരിക്കുവാണ്. അടുത്ത് കണ്ടോ, ഈ കാണുന്നതാണ് മുന്തിരിത്തോപ്പ്. മുന്തിരിയുടെ ഇലകളൊക്കെ കാണണമെങ്കിൽ കണ്ടോളൂ, ഇതാണ് മുന്തിരിയുടെ ഇലകൾ. എന്തായാലും ഈ ഒരു സ്ഥലം കൊള്ളാം അല്ലേ? ബസ് സ്റ്റോപ്പ് വലിയൊരു ആൽമരമൊക്കെ ആയിട്ട് കൊള്ളാം. അങ്ങനെ കുറേ കൂടെ മുന്നിലേക്ക് വന്നപ്പോഴാ നമുക്ക് നമ്മൾ ആ ഒരു വലിയ മലനിരക്ക് അടുത്തേക്ക് വന്നിരിക്കുവാണ്. ഏകദേശം അടുത്തായി. ഇനി കുറച്ചും കൂടെ മുന്നിലേക്ക് പോകുമ്പോൾ ആ മല നമ്മൾ കയറാൻ തുടങ്ങും. എന്തായാലും നല്ല പച്ച കളറിൽ മുന്തിരിത്തോപ്പും അതിന് ബാക്ക്ഗ്രൗണ്ടായിട്ട് വലിയ മലനിരകളും എല്ലാം കൊള്ളാം.
നല്ല തെളിഞ്ഞ ആകാശവും നീല കളറിൽ കാണാം. നീല കളറിനിടയിൽ വെള്ള മേഘങ്ങളും എല്ലാമായിട്ട് നല്ല ഭംഗിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു പുളിമരങ്ങൾ റോഡ് സൈഡിൽ കാണാറുണ്ടെന്ന്. ഇങ്ങനെ റോഡ് സൈഡിൽ നമ്മൾ കാണാറുണ്ട് എപ്പോഴും. പക്ഷേ നേരത്തെ കണ്ടതൊരു കാമ്പൗണ്ടിനകത്തായിരുന്നു. മാന്തോപ്പെല്ലാം കൃഷി ചെയ്യുന്നത് പോലെ കൃഷി ചെയ്യുമായിരുന്നു. ഇപ്പോഴ് ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുവാണ്. ഈ ചെക്ക് പോസ്റ്റ് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് പ്രവർത്തിക്കുന്നത്. അതുവരെ നമുക്ക് പ്രവേശനമുള്ളൂ. പ്രൈവറ്റ് വാഹനങ്ങളെല്ലാം ചെക്ക് ചെയ്യുവാണ്. മദ്യമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നേ ചെക്ക് ചെയ്യുവാണ്. വൈൽഡ് ആനിമൽസ് ക്രോസിംഗ് സോൺ എന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ സമയത്ത് ആനയൊക്കെ കാണാൻ സാധ്യത കുറവാണ്. അവരാ പറയുന്ന സമയമുണ്ടല്ലോ, ചെക്ക് പോസ്റ്റിൻ്റെ സമയം, രാവിലെ 6 മണിയും വൈകുന്നേരം 5 മണിയും. ഈ 2 സമയം കഴിഞ്ഞിട്ടായിരിക്കും ഈ വന്യജീവികളെല്ലാം റോഡിലേക്കെല്ലാം ഇറങ്ങുന്നത്. അങ്ങനെ ഹെയർപിൻ ബെൻഡുകൾ വളഞ്ഞ് മുകളിലേക്ക് പോവുകയാണ്. എന്തായാലും ആദ്യത്തെ ഹെയർപിൻ ബെൻഡ് കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേ കഴിഞ്ഞത് ആദ്യത്തെ ഹെയർപിൻ ബെൻഡ് ആയിരിക്കണം. ഈ ഒരു മരം കൊള്ളാല്ലേ, നോക്കേ, വൈഡായിട്ട് കിളിച്ചിരിക്കുകയാണ്. അതുപോലത്തെ മരങ്ങൾ ഇവിടെ കുറേ ഉണ്ട്. റോട്ടിലേക്ക് ഇങ്ങനെ പന്തൽ ഇട്ടതുപോലെ ഒരു തണൽ മരം പോലെ ആക്ട് ചെയ്യുവാണ്. ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. 19 അല്ല 18 ഹെയർപിൻ ബെൻഡാണ്. ഇപ്പോൾ നമ്മൾ വളഞ്ഞത് 2ാമത്തെ ഹെയർപിൻ ബെൻഡാണ്. നോക്കേ, താഴെയായിട്ട് നമ്മൾ വന്ന ആ ഒരു വഴികളെല്ലാം കാണാം. എന്തായാലും ഇങ്ങനെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ നല്ലതാണല്ലേ. അതൊരു പ്രത്യേക ഭംഗിയാണ്. നോക്കേ, വലിയ വലിയ മലനിരകൾ, ഇടയിലായിട്ടെല്ലാം ഒരു ഗ്യാപ്പെല്ലാം കണ്ടില്ലേ. അങ്ങോട്ടേക്കെല്ലാം പോയാൽ എങ്ങനെയായിരിക്കും അല്ലേ. അയ്യോ, വളവ്. അടുത്ത ഹെയർപിൻ ബെൻഡ് വളയുവാണ്. ഓരോ വളവുകളും വളയുമ്പോഴും നല്ല വ്യൂ ആണ്, കണ്ടില്ലേ. നമുക്ക് പോകാനുള്ള റോഡെല്ലാം ഫ്രണ്ടിലായിട്ട് കാണാം, കണ്ടില്ലേ. ദൂരെയായിട്ടിങ്ങനെ ഒരു വര പോലെ കാണുന്നില്ലേ. സൂക്ഷിച്ച് നോക്കിയോ അവിടെ ആയിട്ടിങ്ങനെ കാണാം. താഴെയായിട്ട് നമ്മൾ ഏക്കർ കണക്കിന് കണ്ട മുന്തിരിപ്പാടവും തെങ്ങുംതോപ്പെല്ലാം നോക്കി മുകളിൽ വന്നപ്പോൾ ചെറിയ ചെറിയ ചെസ് ബോർഡിൻ്റെ കളങ്ങൾ പോലെ അങ്ങനെയാണ് കാണുന്നത്. ചെറിയ ചെറിയ ചതുരങ്ങൾ കണ്ടില്ലേ. തെങ്ങുംതോപ്പും വാഴത്തോപ്പും എല്ലാം ചെറിയ ചെറിയ ചതുരങ്ങളായിട്ട് കാണാം. മുന്തിരിത്തോപ്പും എല്ലാം. അതേപോലെ നേരത്തെ നമ്മൾ കണ്ട വലിയ വലിയ വിൻഡ് ഫാം എല്ലാം ദൂരെയായിട്ട് നോക്കേ കാട്ടിനിടയിൽ ടേബിൾ ഫാൻ വെച്ചിരിക്കുന്നത് പോലെ ഉണ്ട്, കണ്ടില്ലേ. അങ്ങനെ നമ്മൾ പോകുന്ന മേഘമലയ്ക്ക് സമുദ്രനിരപ്പിൽ നിന്നും 1500 മീറ്റർ ഉയരമുണ്ട്. ചില ഉയരം കൂടിയ ഭാഗങ്ങൾ 1700 മീറ്റർ വരെ ഉയരമുണ്ടെന്നും പറയുന്നുണ്ട്. ബോട്ടം ക്യാമ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ബസ് നിർത്തിയിട്ടുണ്ടല്ലോ. എന്താ പറ്റി? ചായ പിടിക്കാൻ നിർത്തിയാന്ന് തോന്നല്ലോ. അങ്ങനെ ബസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ആയപ്പോഴത്തേക്കും ഒരു ടീ ബ്രേക്ക് എത്തിയിരിക്കുവാണ്. ചെറിയൊരു ഹാൾട്ടിങ്. ഇവിടെ ഒരു ചായക്കടയുണ്ട്. ഇവിടെ വേറെ അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും വരുന്നില്ലല്ലോ, അതുകൊണ്ട് ഇവർക്കൊരു സഹായത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ബസ് നിർത്തുന്നത്. അല്ലാതെ ഒരു അരമണിക്കൂർ പോലും ആയില്ലല്ലോ യാത്ര തുടങ്ങിയിട്ട്. അപ്പോൾ ഉടനെ നിർത്തേണ്ട കാര്യമില്ല. 10:30-ക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. 11 മണിയായപ്പോൾ ചെറിയൊരു ഹാൾട്ടിങ്. കപ്പലണ്ടി മിഠായിയും വടയും ഫ്രൂട്ടിയും ബിസ്ക്കറ്റും അങ്ങനെ എല്ലാം ഉണ്ട്. അങ്ങനെ ഈ സ്ഥലത്തിൻ്റെ പേരാണ് ബോട്ടം ക്യാമ്പ്. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണെന്ന് പറയാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ഒരുത്തം വന്ന് ഡേഞ്ചറാണ് കേട്ടോ കുരങ്ങ്. കണ്ടില്ലേ, കുരങ്ങുകൾ ഡേഞ്ചറാണ്.
ബാഗെല്ലാം ബസ്സിനകത്ത് വെച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക, ചാടി വന്ന് എടുത്തിട്ട് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഞാനും 2 കപ്പലണ്ടി മിഠായി വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ബോട്ടം ക്യാമ്പിൽ നിന്നും വീണ്ടും ബസ് മുന്നിലേക്ക് പോവുകയാണ്. അങ്ങനെ ആ ഒരു ബോട്ടം ക്യാമ്പ് എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞപ്പോൾ റോഡ് കുറച്ചുകൂടെ ഒന്ന് ചെറുതായിട്ടുണ്ട് കേട്ടോ. റോഡിൻ്റെ വീതി തീരെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ ബോട്ടം ക്യാമ്പ് കഴിഞ്ഞപ്പോൾ ഫോണിൻ്റെ റേഞ്ച് പോയി കേട്ടോ. എന്താണ് ബോട്ടം ക്യാമ്പ് എന്ന് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ റേഞ്ച് കിട്ടുന്നില്ല. ഇതാ കണ്ടില്ലേ ഒരു ബൈക്ക് റൈഡർ പോയത്. ബൈക്കിൽ വന്നാൽ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ റൂട്ട് വഴിയുള്ള യാത്ര. അങ്ങനെ നമ്മൾ ബോട്ടം ക്യാമ്പ് കഴിഞ്ഞ് വീണ്ടും കുറച്ചും കൂടെ മുന്നിലേക്ക് വന്നിട്ട് 8ാമത്തെ ഹെയർ പിൻ ബെൻഡ് വളയുമ്പോൾ മൊബൈലിൻ്റെ റേഞ്ച് വന്നു കേട്ടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റേഞ്ച് വരും, ഇടയ്ക്കിടയ്ക്ക് റേഞ്ച് പോവും, അങ്ങനെ മാറിയും തിരിഞ്ഞൊക്കെ വരും. എന്തായാലും ഓരോ ഭാഗത്തേക്കും പോകുമ്പോൾ അങ്ങോട്ടേക്കുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു തിക്ക് ഫോറസ്റ്റിലൂടെയാണ് ബസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ 13ാമത്തെ ഹെയർ പിൻ ബെൻഡ് വളയുവാണ്. എല്ലാ ഹെയർ പിൻ ബെൻഡൊന്നും വീഡിയോയിൽ കാണിച്ചതൊന്നുമില്ല, വീഡിയോയിൽ കിട്ടുന്നത് കാണിച്ചു തരാം. മഴ ചെറുതായിട്ട് ഇങ്ങനെ ചാറുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് സ്പ്രേ ചെയ്യുന്നത് പോലെ. നോക്കിക്കോ ദാ ആനപ്പിണ്ടം കിടക്കുന്നത് കണ്ടില്ലേ? ഇതുപോലെ ആനപ്പിണ്ടങ്ങൾ വരുന്ന വഴിക്ക് കണ്ടായിരുന്നു കേട്ടോ 1-2 സ്ഥലങ്ങളിൽ. നോക്കിയോ, ഫ്രഷാണ് എന്ന് വെച്ചാൽ ഇന്നലെ ഇട്ടാന്ന് തോന്നുന്നു. ഈ ഒരു വ്യൂ നോക്കേ. അങ്ങനെ ഓരോരോ വ്യൂവും അടിപൊളിയാണ്. ഏതെങ്കിലും ഒരു ആന ബസ്സിന് കുറുകെ നിന്നാൽ കൊള്ളായിരുന്നല്ലേ. ആനപ്പിണ്ടം ഇതാ കണ്ടില്ലേ, ഇവിടെ എല്ലാം ഉണ്ട്. ആന ഭയങ്കര അക്രമം അഴിച്ചു വിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇടയ്ക്കിടയ്ക്ക് മരങ്ങളുടെ ചെറിയ കഷ്ണങ്ങളെല്ലാം കിടക്കുന്നത് കണ്ടായിരുന്നു, പക്ഷെ അതൊന്നും പെട്ടെന്ന് വീഡിയോയിൽ കിട്ടിയില്ല. ഇത് അവിടെ ആയിട്ട് നോക്കി, അവിടെ ആയിട്ട് ഇഷ്ടംപോലെ ആനപ്പിണ്ടം ഇങ്ങനെ കിടക്കുന്നത് കാണാം, കണ്ടില്ലേ? ദാ ഇവിടെയൊക്കെ നോക്കേ, കുറേ ഉണ്ട്. ഇവിടൊക്കെ അപ്പോഴേ രാത്രി ആനകൾ ഇറങ്ങി മേയുന്ന സ്ഥലമാണ്. ഇത് അവിടെ ഉണ്ട്, കണ്ടില്ലേ? അപ്പോഴും ഒരുപാട് പേര് ഇറങ്ങുമായിരിക്കും കേട്ടോ, 1-2 ആനയല്ല. ഇവിടെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ട് നോക്കേ, പാറകളെല്ലാം റോഡിലേക്ക് ഇറങ്ങി കിടക്കുന്നത്. അങ്ങനെ ഓരോ വളവുകൾ വളഞ്ഞു വന്നതിന് ശേഷം ആ ഒരു ആ ഒരു വ്യൂ പോയിന്റ് എല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പോൾ തിക്ക് ഫോറസ്റ്റിലൂടെയാണ് ബസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കോടമഞ്ഞെല്ലാം ദൂരെയായിട്ട് മലയുടെ മുകളിൽ കാണാം, കണ്ടില്ലേ? അവിടെ ആയിട്ട് നോക്കിയാൽ നല്ല കോടമഞ്ഞ് കാണാം. ഇതാ കണ്ടില്ലേ, മലയുടെ മുകളിലായിട്ട് നല്ലതുപോലെ കോടമഞ്ഞ് കാണാം. ചെറിയൊരു തണുപ്പും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഭയങ്കര തണുപ്പൊന്നും അല്ല, ചെറിയൊരു തണുപ്പ്. എനിക്ക് തോന്നുന്നു പോകുമ്പോൾ ബസ്സിന് മുന്നിലായിട്ട് കോടമഞ്ഞ് കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം, ആഗ്രഹമല്ലേ, ആഗ്രഹം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ചെറിയൊരു കോട ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ കൂടെ യാത്ര ചെയ്ത് മുന്നിലേക്ക് വന്നപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള മരങ്ങൾ കണ്ടു തുടങ്ങി, തേയിലത്തോട്ടങ്ങൾ കണ്ടു തുടങ്ങി. ഇതാ കണ്ടില്ലേ, ഇവിടെ ആയിട്ട് തേയിലത്തോട്ടമാണ്. കുറച്ചും കൂടെ മുന്നിലേക്ക് പോകുമ്പോൾ നല്ല വൃത്തിയായിട്ട് കാണാം, കണ്ടില്ലേ? ആ ഒരു ഭാഗത്തായിട്ടെല്ലാം തേയിലത്തോട്ടമാണ്. കോടമഞ്ഞും കാണാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നല്ലതുപോലെ കാണാം. ഇതാ കണ്ടില്ലേ തേയിലത്തോട്ടം. എന്തായാലും നമ്മൾ വന്നിരിക്കുന്ന ആ ഒരു ക്ലൈമറ്റ് കൊള്ളാം. നല്ലൊരു തണുത്ത അന്തരീക്ഷമാണ്, കോടമഞ്ഞെല്ലാം ഉള്ളൊരു അന്തരീക്ഷമാണ്, കണ്ടില്ലേ? അടിപൊളി. നോക്കേ, അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. തേയിലത്തോട്ടവും കോടമഞ്ഞും സത്യത്തിൽ എത്ര കണ്ടാലും മടുക്കില്ല. നോക്കേ, മുകളിലായിട്ട് കോടമഞ്ഞ്. നോക്കി, അവിടെ ആയിട്ട് കോടമഞ്ഞ് ഇറങ്ങിപ്പോകുന്നത് കണ്ടില്ലേ?
എന്തായാലും കൊള്ളാം ഈ ഒരു സ്ഥലം. ഇവിടെ ആയിട്ട് തേയിലത്തോട്ടത്തിലെ തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളെല്ലാം കാണാം. ഇതാ കണ്ടില്ലേ, ഇവിടെ എല്ലാമായിട്ട് അങ്ങനത്തെ വീടുകളെല്ലാം ഉണ്ട്. ഇവിടെ ബസ് നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ മേഘമല ബസ് സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇത് നല്ല മേഘമല. അങ്ങനെ നമ്മൾ മേഘമല എത്തിയിരിക്കുകയാണ്. മേഘമല ബസ് സ്റ്റോപ്പിൽ നിന്നും വീണ്ടും നമ്മുടെ ബസ് മുന്നിലേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇരവങ്കലാർ അങ്ങോട്ടേക്ക് പോവുകയാണ്. നമ്മുടെ ബസ്സിന് ഓപ്പോസിറ്റ് സൈഡായിട്ട് അവിടെ ആയിട്ട് കുറേ ലയങ്ങളെല്ലാം ഉണ്ട്. എന്തായാലും നോക്കേ, നല്ല അടിപൊളി വ്യൂ. നമ്മൾ സത്യത്തിൽ ചിന്നമണ്ണൂർ നിന്നപ്പോൾ എന്ത് വെയിലായിരുന്നല്ലേ. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴും നോക്കേ, കാലാവസ്ഥ മൊത്തത്തിൽ മാറി. ഇപ്പോൾ സമയം 11:45. നമ്മൾ 10:30 സ്റ്റാർട്ട് ചെയ്തത്. എന്തായാലും നല്ലൊരു തണുപ്പ് ബസ്സിനകത്തേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാ നോക്കേ, കോടമഞ്ഞിങ്ങനെ പോകുന്നത്, ഒരു രക്ഷയില്ല. എന്തായാലും ബസ്സും നല്ല സ്പീഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ബസ്സിൻ്റെ സ്പീഡിൻ്റെ കാറ്റും പിന്നെ ഈ ഒരു കോടമഞ്ഞിൻ്റെ തണുപ്പിൻ്റെ കാറ്റും എല്ലാം കൂടെ ആയപ്പോൾ നല്ലൊരു അനുഭവം. മെയിനായിട്ടും ഈ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഭംഗി, അതാണ് എടുത്തു പറയേണ്ടത്. ഓ, ദാ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കേ, ഒന്നും കാണാൻ വയ്യ, ഭയങ്കര കോടമഞ്ഞ്. കണ്ടില്ലേ, റോഡൊന്നും ശരിക്കും വിസിബിൾ ആവുന്നില്ല, എന്നാലും കാണാൻ പറ്റുന്നുണ്ട്. അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ പോലും കാണാൻ പറ്റുന്നില്ല, അങ്ങനെ പറയുന്നൊരവസ്ഥയല്ല. പക്ഷേ കോടമഞ്ഞുണ്ട്, നല്ല കോടമഞ്ഞുണ്ട്. ഞാൻ വീണ്ടും പറയുവാണ്, അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയായി. നോക്കേ, ഫ്രണ്ടിൽ പോകുന്ന വണ്ടി ശരിക്കും ഒരു എന്താ പറയുന്നത്, ഫോഗ് ലാമ്പെല്ലാം ഇട്ട് വന്നെങ്കിലേ കാണാൻ പറ്റുള്ളൂ. വെറുതെയാണ് ഈ സ്ഥലത്തിന് മേഘമല എന്ന് പറയുന്നത്. മേഘങ്ങൾ പോലെ മഞ്ഞാണ്, അതുകൊണ്ടാണ് ഈ സ്ഥലത്തിനെ മേഘമല എന്ന് പറയുന്നത്. അങ്ങനെ കുറെ കൂടെ മുന്നിലേക്ക് പോയപ്പോഴത് ഇവിടെ ബസ് നിർത്തിയിരിക്കുകയാണ്. പേച്ചിയമ്മൻ ഹോട്ടൽ എന്ന് പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നോക്കേ, അടിപൊളി. ഇവിടെ ആയിട്ടൊരു പാലമൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇത്രയും കോടമഞ്ഞില്ലായിരുന്നു. ഈ പാലത്തിൻ്റെയൊക്കെ ഒരു വ്യൂ കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോഴും ഒന്നും കാണാൻ വയ്യ. ഇവിടെ നമ്മൾ പോകുന്ന വഴിക്ക് മഹാരാജ മേട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. മഹാരാജ മേട്ട്, അവിടെ നിന്ന് നല്ലൊരു വ്യൂ ആണ്. പക്ഷെ ഇത്രയും കോടമഞ്ഞുള്ളപ്പോൾ താഴേക്കുള്ള വ്യൂ എല്ലാം കിട്ടുമെന്ന് ദൈവത്തിനറിയാം. ഇതാ നോക്കേ, തേയിലത്തോട്ടം ഒന്നും കാണാനേ പറ്റുന്നില്ല. താഴെയായിട്ട് തേയിലത്തോട്ടവും പിന്നെ അല്ലാത്ത മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. പക്ഷേ ശരിക്കും ഒരു വ്യൂ കിട്ടുന്നില്ല. കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് വർണ്ണിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും അല്ലേ. ശരിക്കും ഒന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സ്റ്റോപ്പിൽ ബസ് നിർത്തിയിരിക്കുവാണ്. ഹൈവേസ് പോലീസ് സ്റ്റേഷൻ. ഇവിടുത്തെ പ്രധാനപ്പെട്ട കുറച്ച് വ്യൂ പോയിന്റുകളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ ഹൈവേസ്. അങ്ങനെ ആ ഹൈവേസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ബസ്സിൽ നിന്നും കുറച്ച് പേർ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഹൈവേസിൽ നിന്നും വീണ്ടും കുറച്ചും കൂടെ മുന്നിലേക്ക് പോയപ്പോൾ രണ്ട് ഭാഗത്തും മരങ്ങളൊക്കെ ആയിട്ട് അതിന് നടുക്കായിട്ടുള്ള റോഡാണ്. ഈ ഒരു ഭാഗത്ത് നല്ല കോടമഞ്ഞുണ്ട്. എല്ലായിടത്തും കോടമഞ്ഞുണ്ട്, പക്ഷേ ഈ ഒരു മരങ്ങൾക്കിടയിൽ കോടമഞ്ഞ് കണ്ടപ്പോൾ നല്ലൊരു അനുഭവം. ഇവിടെ ഒരു ട്രാവലറെല്ലാം നിർത്തിയിട്ടിട്ടുണ്ട്. കുറച്ച് കടകളെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. ഹൈവേസ് ടൗൺ പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഹൈവേസ് ടൗൺ പഞ്ചായത്ത്. വണ്ടി ഓഫ് ചെയ്തിരിക്കുവാണ്. അങ്ങനെ ഹൈവേസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ് നിർത്തിയിരിക്കുവാണ്. കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുവാണ്. ഭക്ഷണം കഴിക്കാൻ നിർത്തിയിരിക്കുവാണ്. പക്ഷേ ഇപ്പോഴും വിശക്കുന്നില്ല. സമയം 12 മണിയായതല്ലേ ഉള്ളൂ. എന്തായാലും ഈ ഒരു സ്ഥലം കൊള്ളാം കേട്ടോ. അതാ നോക്കേ, നല്ലൊരു പഴയൊരു പള്ളിയെല്ലാം കാണുന്നുണ്ട്. എന്തായാലും കൊള്ളാം അല്ലേ. ഇത്രയും കോടമഞ്ഞിൽ ഈ ഒരു പള്ളിയും കൂടെ കണ്ടപ്പോൾ നല്ലൊരു ഫീൽ. ഇവിടെ ഉള്ളൂ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻ്റ് എല്ലാം, വേറെ ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞത്.
ആണെന്ന് തോന്നുന്നു. അതായിരിക്കും ഇവിടെ കൂടുതലായിട്ടും വണ്ടിയെല്ലാം നിർത്തിയിരിക്കുന്നത്. വിശപ്പില്ലല്ലോ, അതാണ് വിഷയം. ഇതാ കണ്ടില്ലേ ഹോട്ടൽ, ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഇങ്ങോട്ടേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ വിളിക്കുക. ഏതാ ഇവിടെ ആയിട്ടേ ഒരു ലേക്കുണ്ട്, നോക്കേ. കോടമഞ്ഞ് കാരണം കണ്ടില്ല, മിസ്റ്റ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞപ്പോഴാണ് അതിൻ്റെ ആ ഒരു വ്യൂ ഒന്ന് കണ്ടത്. ഓക്കെ, ഇതെവിടായിട്ട് കണ്ടില്ലേ, ഹോട്ടലിന്റെ ഫ്രണ്ടിൽ കോഴിയെല്ലാം നിർത്തിയിട്ടുണ്ട്. ഫ്രഷ് ചിക്കനാണ്, അപ്പോൾ നല്ല ഫുഡായിരിക്കും. അങ്ങനെ ഞാൻ ബസ്സിലിരുന്ന് പറഞ്ഞായിരുന്നല്ലോ, ഹൈവേസ് ടൗൺ പഞ്ചായത്ത് എന്ന്. ഈ കാണുന്നതാണ് ആ ഒരു ഏരിയ. ഇവിടെ ആയിട്ട് ചെറിയൊരു അമ്പലം എല്ലാം കാണുന്നുണ്ട്. അമ്പലം എന്ന് പറയാനില്ല, ചെറിയൊരു കാവ്, അവിടെ ആയിട്ടൊരു പ്രതിഷ്ഠ എല്ലാം കാണുന്നുണ്ട്. ഈ പരിസരം എല്ലാം തേയിലത്തോട്ടമാണ്, നല്ല കോടമഞ്ഞും. പറയുമ്പോഴും മൂക്ക് അടഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ ബസ്സിലെ ഡ്രൈവർ ചേട്ടനും കണ്ടക്ടർ ചേട്ടനും കയറിയിട്ടുണ്ട്. അങ്ങനെ ആൾക്കാർ ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം വണ്ടി വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. ഞാൻ കഴിച്ചില്ല, വിശക്കുന്നില്ല. വിശക്കാതെ എങ്ങനെയാണ് കഴിക്കുന്നത്? വിശക്കുമ്പോഴേ കഴിക്കാം. പിന്നീട് വിശക്കുമായിരിക്കും എന്ന് പറഞ്ഞ് കഴിക്കുന്നത് എങ്ങനെയാ? എനിക്കങ്ങനെ പറ്റില്ല. ഏതോ വണ്ടി കുറുക്കെ കൊണ്ടുവച്ചു. ബസ് ഇങ്ങനെ പയ്യെ സൈഡ് കൊടുത്ത് പോവുകയാണ്. ഇവിടെ ആയിട്ട് കണ്ടില്ലേ ഈ മരങ്ങൾ, ഇത് ഇങ്ങനെ കോടമഞ്ഞെല്ലാം ഉള്ള ഭാഗങ്ങളിൽ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. കോടമഞ്ഞെന്ന് ഈ വീഡിയോയിൽ ഞാനൊരു 100 തവണയെങ്കിലും പറഞ്ഞു കാണും. പൊന്മുടിയിലും മൂന്നാറും എല്ലായിടത്തും ഇങ്ങനത്തെ മരങ്ങൾ നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇവിടെ നമ്മൾ പോകുന്ന വഴിക്ക് മഹാരാജ മേട്ട് എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. പക്ഷെ അങ്ങോട്ടേക്ക് പോയിട്ട് കാര്യമില്ലെന്നാണ് തോന്നുന്നത്. കാര്യം അത് മലമുകളിൽ നിന്നും താഴേക്ക് നോക്കുന്നൊരു വ്യൂ ആണ്. പക്ഷെ ഇത്രയും മൂടൽമഞ്ഞ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ആ ഒരു വ്യൂ കാണാൻ പറ്റുമെന്ന്. നോക്കട്ടെ, നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് ഇറങ്ങാൻ പറ്റുമെങ്കിൽ ഇറങ്ങാം, ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ബസ് പോകുന്ന അവസാനത്തെ സ്റ്റോപ്പ് വരെയും പോയിട്ട് തിരികെ വരാം. അപ്പോഴതാണ് നിലവിൽ എൻ്റെ പ്ലാൻ. അങ്ങനെ നമ്മൾ കുറേ കൂടെ മുന്നിലേക്ക് വന്നപ്പോഴും നല്ല മനോഹരമായിട്ടുള്ളൊരു തടാകം എല്ലാം കാണുന്നുണ്ട്. താഴെയായിട്ട് നോക്കിയേ നല്ല ഭംഗിയുണ്ട്. ബോട്ടിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ പരിപാടികളൊന്നും കാണില്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. താഴെയായിട്ടൊരു തേയില ഫാക്ടറി ആണെന്ന് തോന്നുന്നു കാണുന്നത്. ആ കാണുന്നതേ, ആ ദൂരെയായിട്ട് കാണുന്നത് ഒരു തേയില ഫാക്ടറി ആണെന്നാണ് തോന്നുന്നത്. ഇപ്പോഴും കോടമഞ്ഞെല്ലാം മാറിയിട്ട് ആകാശം ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. കാഴ്ചകളെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ആയിട്ട് കുറേ ക്വാർട്ടേഴ്സുകളെല്ലാം കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ തടാകത്തിനരികിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ദൂരെയായിട്ട് നോക്കേ, തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ താമസിക്കുന്ന വീടുകളൊക്കെയാണ് ദൂരെയായിട്ട് ഇങ്ങനെ കാണുന്നത്. തട്ടുതട്ടായിട്ട് ഇങ്ങനെ കാണാം. ഇതെപ്പോഴായിട്ടൊരു പാലം കണ്ടില്ല? അത് ഈ പാലം ജയ് ഭീം എന്ന് പറഞ്ഞ സിനിമയുടെ, സൂര്യയുടെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ ഇവിടെ. എന്തായാലും ഈ ഒരു സ്ഥലം കൊള്ളാമല്ലേ. മണലാർ എസ്റ്റേറ്റ്, പിന്നെ അപ്പർ മണലാർ 4 കിലോമീറ്റർ, VNR ടീ ഫാക്ടറി 5 കിലോമീറ്റർ റൈറ്റ്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. സാൻഡ് റിവർ ബംഗ്ലോ, മണലാർ ബംഗ്ലോ. നല്ല വൃത്തിയുള്ള തടാകം. നോക്കേ, ഒരു ചപ്പ് ചവറോ ഒന്നുമില്ല. ഒരുപാട് ടൂറിസ്റ്റ് വരാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ കണ്ട പാലം ഇല്ലായിരുന്നോ, ആ പാലത്തിനടുത്ത് വരെ റേഞ്ച് ഉണ്ടായിരുന്നു. ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ടവർ കിട്ടുന്നില്ല. ഇവിടുത്തെ ബസ്സിലെ യാത്രക്കാരും എന്നോട് പറഞ്ഞായിരുന്നു ഈ ഒരു കാര്യം. എന്തായാലും ഇവിടെ റോഡ് കുറച്ച് മോശമാണ് കേട്ടോ. റോഡിന് തീരെ വീതി കുറവാണ്. ഗട്ടറിൽ ചാടിച്ചാടിയാണ് ബസ് പോകുന്നത്. എന്നാലും കാഴ്ചകൾ മനോഹരമായതുകൊണ്ട് നമുക്ക് ആ ഒരു ഗട്ടറൊന്നും ഒരു പ്രശ്നമായിട്ടേ തോന്നുന്നില്ല. ദൂരെയായിട്ട് കന്നുകാലികളെല്ലാം മേഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കാണാം. എല്ലാം പശുക്കളൊക്കെയാണ് കേട്ടോ, പശുക്കളും കാളകളൊക്കെയാണ്. ആനയോ പുലിയോ കണ്ടായിരുന്നേ കൊള്ളായിരുന്നു. ഇതാ കണ്ടില്ലേ, ബസ് പോകുന്ന റോഡാണ്. റോഡിന് തീരെ വീതിയില്ല. തേയിലത്തോട്ടത്തിന് നടുവിലൂടെ നടക്കുന്നത് പോലെ ഉണ്ട്. അത്രയ്ക്കടുത്തൂടെയാണ് ബസ് പോകുന്നത്.
അങ്ങനെ ആ ഒരു വ്യൂ കണ്ട സ്ഥലത്ത് നിന്നും ബസ് ഒരു ഉൾക്കാട്ടിലേക്ക് കയറിയിരിക്കുവാണ്. ചെറിയൊരു ഇരുട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു വനത്തിൻ്റെ ഇരുട്ട്. എന്നാലും ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ എവിടെയൊക്കെയോ തേയിലത്തോട്ടത്തിൻ്റെ ഒരു ഭാഗമെല്ലാം കാണാനും പറ്റുന്നുണ്ട്. സംസാരത്തിൽ വിറയൽ വരാൻ സാധ്യതയുണ്ട്. ബസ് വിറച്ചാണ് പോകുന്നത്. ഗട്ടർ റോഡാണ്. ഞാൻ കുറേ നാളുകൾക്ക് മുൻപ് മേഘമല വന്നപ്പോഴും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. ഞാൻ വിചാരിച്ചു ഇപ്പോഴൊക്കെ റോഡ് പണിഞ്ഞ് അടിപൊളിയാക്കി എന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. ഇതവിടെ താഴെയായിട്ട് നോക്കി ഒരു അരുവി പോകുന്നുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. കണ്ടില്ലേ, ചെറിയൊരു വെള്ളച്ചാട്ടം പോലെയൊക്കെ ഉണ്ട് അവിടെ. കണ്ടില്ലേ, ഈ ഒരു പാലം കൊള്ളാലോ, അടിപൊളി, നല്ല സ്ഥലം. അങ്ങനെ ആ അരുവി കണ്ട സ്ഥലത്ത് നിന്നും വീണ്ടും ഫ്രണ്ടിലേക്ക് വരുമ്പോൾ തേയിലത്തോട്ടം കാണാം. തേയിലത്തോട്ടമാണ് മെയിൻ. അതിൻ്റെ ഭംഗിയാണ് എടുത്തു പറയേണ്ടത്. കണ്ടാ റോഡ് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ. അങ്ങനെ നമ്മൾ ആ ഒരു കട്ടർ ചാടി വന്നപ്പോൾ ഇവിടെ ആയിട്ട് നോക്കേ ഒരു അമ്പലമെല്ലാം അവിടെ കാണുന്നുണ്ട്. ഇവിടെ ആയിട്ടൊരു പള്ളിയും കാണുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. കണ്ടില്ലേ, അവിടെ ആയിട്ട് കുറേ തേയിലത്തോട്ടത്തിലെ ക്വാർട്ടേഴ്സുകളെല്ലാം കാണാം. എന്തായാലും ഈ ഒരു സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. എന്തോ അവിടെ ആയിട്ടൊരു ലോറിയൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. തേയിലയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന ലോറിയാണ്. ഇവിടെ നിന്ന് എങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ. ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. തലയൊക്കെ അവിടെ ഇവിടെ ഒക്കെ വന്ന് ഇടിക്കുന്നത് ദേഷ്യം വരുന്നത് കേട്ടോ സത്യത്തിൽ. അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്ത് വന്ന് ബസ് യു ടേൺ എടുക്കുവാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് അപ്പർ മണലാർ അല്ലേ? അപ്പർ മണലാർ വന്ന് ബസ് യു ടേൺ എടുത്തിരിക്കുവാണ്. ഇവിടെ നിന്നും ബസ്സിൽ നിന്നും ആൾക്കാരൊക്കെ കുറച്ച് പേര് ഇറങ്ങുന്നുണ്ട്. എന്നോടൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു ഇതൊക്കെ ഒന്ന് താഴേക്ക് എടുത്ത് വെക്കാനേ. അങ്ങനെ ബസ് യു ടേൺ എടുത്ത് കുറച്ച് ആൾക്കാരെ ഇറക്കിയിട്ട് തിരികെ പോയപ്പോഴത്തെ ഇവിടെ ആയിട്ട് നോക്കേ ചെറിയൊരു അരുവി. റോഡ് ഭയങ്കര മോശം കേട്ടോ. അങ്ങനെ നമ്മൾ അപ്പർ മണലാർ പോയിട്ട് നേരത്തെ ഒരു പാലം കണ്ടില്ലായിരുന്നോ, അതിൻ്റെ അടുത്ത് എത്തിയിരിക്കുവാണ്. ആ പാലത്തിന് മുകളിലേക്ക് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. എൻ്റെ ഹമ്പ്. ഇവിടെ ബസ് നിർത്തിയിരിക്കുവാണല്ലോ. ഒരു കടയൊക്കെയാണ്. തേയിലയുടെ ഓരോ അളവൊക്കെയാണെന്ന് തോന്നുന്നു അവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, SFD, PD, RD, SRD, BO, BF അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോരോ അളവ് തൂക്കങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട്. തേയിലയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംഗതി ആയിരിക്കാം. അങ്ങനെ നമ്മൾ ആ ഒരു പാലത്തിന് മുകളിലൂടെ വന്നിട്ട് കയറ്റം കയറി മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടുത്തെ ഒരുവിധം ബസ് സ്റ്റോപ്പുകളിലെല്ലാം തേയിലയും പിന്നെ മസാലകളെല്ലാം വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, കച്ചവടത്തിനായിട്ട്. ഇതൊരു ബസ് സ്റ്റോപ്പിൽ നിർത്തിയിരിക്കുവാണ്. അങ്ങനെ ആ സ്റ്റോപ്പിൽ നിന്നും വീണ്ടും ബസ് മുന്നിലേക്ക് പോവുകയാണ്. ഇതവിടെ ടീ ബംഗ്ലാവ് അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട്. ടീ ബംഗ്ലാവ്, തേയിലത്തോട്ടവും അതിന് നടുക്കായിട്ട് കണ്ടില്ലേ ഓടിട്ട പഴയ കെട്ടിടങ്ങളെല്ലാം കണ്ട് നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാം. അങ്ങനെ കുറച്ചും കൂടെ മുന്നിലേക്ക് വന്നപ്പോൾ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുവാണ്. ബസ് നിർത്തിയിരിക്കുവാണ്. വെണ്ണിയാർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. കുറേ ക്വാർട്ടേഴ്സുകളും വീടുകളും എല്ലാം ഉള്ളൊരു സ്ഥലമാണ്. ഇവിടെയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബസ് സ്റ്റോപ്പിൽ കച്ചവടം, ഇവിടെ ഉണ്ടായിരുന്നു ബസ് സ്റ്റോപ്പിൽ കച്ചവടങ്ങൾ. വെണ്ണിയാറിൽ നിന്നും വീണ്ടും ബസ് മുന്നിലേക്ക് പോവുകയാണ്. വെണ്ണിയാർ കുറേ ക്വാർട്ടേഴ്സ് ഉണ്ട്. കണ്ടില്ലേ, കുറച്ചധികം ക്വാർട്ടേഴ്സുകൾ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. വെണ്ണിയാറിൽ മൊബൈൽ റേഞ്ച് ഫുള്ളായിരുന്നു കേട്ടോ. 4 കട്ടയും ഉണ്ട്. നോട്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് വാഹനങ്ങളെ ഇങ്ങോട്ടേക്ക് കയറ്റി വിടില്ലായിരിക്കും. എങ്ങനെ കയറിപ്പോവും നോക്കേ, കംപ്ലീറ്റ് കട്ടറായിട്ട് കിടക്കുവാണ്. സംഭവം എന്ന് വെച്ചാലേ ഇതിനകത്തായിട്ട് ഓരോരോ എസ്റ്റേറ്റിനകത്തായിട്ടും ഓരോരോ ഊരുകളുണ്ട്.
അങ്ങനെ അവിടെ ബസ് പോയിട്ട് ആൾക്കാരെ ഇറക്കിയിട്ട് ബസ് തിരികെ വരും. അങ്ങനെയാണ് പരിപാടി. നമ്മൾ നേരത്തെ അപ്പർ മണലാറ് പോയായിരുന്നല്ലോ, അവിടെയും നമ്മൾ ഉള്ളിലേക്ക് പോയിട്ട് വീണ്ടും തിരികെ വന്നു. അതേപോലെ ഇപ്പോഴും നമ്മൾ പ്രധാനപ്പെട്ട ഒരു റോഡിൽ നിന്നും കുറച്ച് ഉള്ളിലേക്ക് പോവുകയാണ്. തേയിലത്തോട്ടത്തിന് ഉള്ളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഒരു സ്ഥലത്ത് ബസ് ഇറങ്ങിയിരിക്കുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, മഹാരാജ മേട്ട് എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അങ്ങോട്ടേക്ക് പോയിട്ട് നമുക്ക് വ്യൂ പോയിന്റ് കണ്ടിട്ട് നിൽക്കുമ്പോൾ ഈ ബസ് എരവങ്കലാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് തിരികെ വരും. മനസ്സിലായില്ലേ? അവിടെ നിന്നും എരവങ്കലാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും 2:45 ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2:45 അടുപ്പിച്ച് ഇവിടെ വന്ന് നിന്നാൽ മതി, ഈ സ്ഥലത്ത് വന്ന് നിന്നാൽ മതി. ഇപ്പോൾ സമയം 1:05 ആയിട്ടുണ്ട്, സമയമുണ്ട്. ഇവിടെ അടുത്തായിട്ട് ആ ഒരു വ്യൂ പോയിന്റിലേക്ക് നടന്നു പോകുന്ന വഴി നമുക്ക് നോക്കാം. ഈ സ്ഥലത്തിൻ്റെ ഈ സ്റ്റോപ്പിൻ്റെ പേര് മഹാരാജ മേട്ട് എന്നാണ് കേട്ടോ. മഹാരാജ മേട്ടിലേക്ക് പ്രവേശനം ഉണ്ടോയെന്നറിയില്ല, എന്തായാലും നമുക്ക് പോയി നോക്കാം.